പ്രിയമുള്ളവരെ, മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് എത്രാമത്തെ വാർഡാ? 19-ാം വാർഡ്. കരിനിരപ്പ് എന്ന് ഞാൻ പറഞ്ഞോളൂ, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇവർ പറഞ്ഞുതരും, അതിന് കറക്റ്റ് ലൊക്കേഷൻ അഡ്രസ്സൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ വന്ന സമയത്ത് ഒരു ഉത്സവ പ്രതീതി ചെയ്യുന്നു ഇവിടെ ഒന്നായിട്ട്. അത്രമാത്രം ആളുകൾ ഈ ഒരു ഗ്രാമത്തിനുള്ളിൽ ഇത്രമാത്രം ആളുകൾ ഒരുമിച്ച് കൂടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡ്, ഇതൊരു റോഡ് ഉദ്ഘാടനമാണ്. അപ്പോൾ ആ റോഡ് അവർക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും അങ്ങനെ ഒരു കാഴ്ചയായിട്ടാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ ആദ്യമായിട്ട് ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ അല്ലേ അബ്ദുൽ കരീം, ഈ ഡിവിഷനിലെ കല്ലുപറമ്പ് ഡിവിഷനിലെ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഇടവഴിയായിട്ട് നിലനിന്നിരുന്ന ഒരു റോഡ്, ഒരു ഇടവഴി, അത് ഗതാഗത യോഗ്യമാക്കി ഇവിടെയുള്ള വീട്ടുകാർക്ക് ഒരു അനുഗ്രഹമായി മാറി. ആ സന്തോഷത്തിലാണ്. അതിന് ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പർ, പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ്, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൗഷാദ്, കൺവീനർ രതീഷ് ബാബു, അംഗങ്ങളായ സലാം, ഷിഹാബ്, അസനാർ MP, അങ്ങനെ ഒരുപാട് പേര്, മോഹനൻ, ഒരുപാട് പേര്, പത്മനാഭൻ, ഒരാൾ മാത്രമേ പറയുന്നത്, എല്ലാവരും കൂടിയാണ് ഇതിന് സഹകരിച്ചത്. അതുപോലെ ഈ റോഡ് ഉണ്ടാക്കാൻ സ്ഥലം വിട്ടു തന്ന 3 വ്യക്തിത്വങ്ങളെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒന്ന് KMK യൂസ്ഫക്ക, രായങ്ക, വളപ്പിൽ മമ്മിക്കുട്ടി ഹാജിയുടെ മക്കൾ. വളരെ സന്തോഷമുണ്ട്. നാടിൻ്റെ വികസനത്തിന് എല്ലാവർക്കും കൂടി ഒന്നിച്ച് കൈകോർക്കാം. അപ്പൊ കാക്ക, ഞങ്ങളെ ഈ റോഡിന്റെ ഉപഭോക്താവാണല്ലോ അല്ലേ? നിങ്ങൾക്കും കൂടി സൗകര്യമാകുന്ന റോഡാണല്ലോ. ഇവിടെ ഈ ഒരു ഏരിയ കണ്ടപ്പോഴേ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പാറപ്പുറം പോലുള്ള ഒരു അവസ്ഥ, അതിനെ എന്താ പറയാ, നിങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാക്കി. ആരാണ് ഇവിടുത്തെ മെമ്പർ? ആരാ മെമ്പർ? സർബാന ടീച്ചർ. 19-ാം വാർഡ് ടീച്ചർ. അപ്പൊ അങ്ങനെ റോഡ് വന്നതുണ്ട്. ഇതിപ്പോ മറ്റേ റോഡ് ടച്ച് ചെയ്യുന്നുണ്ടോ? കരിനിരപ്പ് റോഡ്, തവളഞ്ഞ റോഡ് ടച്ച് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ബൈപ്പാസും കൂടിയാണ് അല്ലേ? അപ്പൊ എന്താ നിങ്ങൾക്ക് ഇവിടുത്തെ ആളുകൾ എന്നൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സൗകര്യമാണ് ഈ കാര്യം അല്ലേ? ഓക്കെ. ഇവിടുത്തെ സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ വല്ലാതെ ആളുകളൊന്നും വല്ലാതെ പാസ് ചെയ്യാത്ത സ്ഥലം പോലെ തോന്നുന്നു. പുറത്തുനിന്ന് കൽപ്പഞ്ചേരി ചന്തയ്ക്ക് സാധനങ്ങള് ഇവിടുന്ന് ഏറ്റി പോണ. ഇവിടെ വെറ്റില കൃഷി ഉണ്ടോ? വെറ്റില കൂടി, അതുപോലെ പിന്നെ നാളികേരം, അതുപോലെ അടക്ക, അങ്ങനെയൊക്കെയുള്ള സാധനം. അപ്പൊ അതൊക്കെ ഇവിടുന്ന് ഒരു കാലത്ത് കൽപ്പഞ്ചേരി ചന്തയ്ക്ക് ഇത് വഴിയായിരുന്നു, ഇടവഴിയായിരുന്നു അതിലെ. അപ്പൊ ഇടവഴിന് ഇപ്പൊ എന്താ പറയാ, നല്ല റോഡാക്കാനുള്ള പരിപാടിയാണ്. റോഡായി ഓൾറെഡി. ഇനിയിപ്പോ പഞ്ചായത്ത് ഫണ്ടൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഡെവലപ്പ് ആക്കാന്നാണ് ഉദ്ദേശിച്ചത്. ടാറിങ് അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. ഓക്കെ, സന്തോഷം. നമ്മളെ പേരെന്തായിരുന്നു? ഹംസ. ഇവിടെ തൊട്ട് അടുത്ത് തന്നെയാണ് അല്ലേ? ഓക്കെ. ഷെയ്ഹാൻ എത്രയിലാ പഠിക്കുന്നത്? 3-ല്. മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? ഓക്കെ. മദ്രസയിൽ 3 തന്നെയാണോ? സ്കൂൾ മദ്രസയിൽ 3-ല്. ഏതാ സ്കൂള്? കണക്കാങ്കുന്ന്. ആളെ കണ്ടിട്ടൊരു ഫുട്ബോൾ കളിക്കാരന്റെ ലുക്ക് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെയാണോ? ഫുട്ബോൾ കളിക്കണ്ടാ? ഇഷ്ടപ്പെട്ട സ്റ്റാർ ആരാ? റൊണാൾഡോ ആണല്ലേ. ഇവിടെ ചെറിയ ആളിതാ. കൊച്ചിന്റെ പേര് പറഞ്ഞാ മൈക്കിൾ മനസ്സിലെടുത്ത് നമുക്ക് പേര് പറയും. കുട്ടിന്റെ പേര് പറയും. കുട്ടീനെ അംഗനവാടി ചേർത്താ? LKG UKG അതോ അംഗനവാടിയോ? LKGയിലാണ്. അത് അംഗനവാടിയിലോ? ഓക്കെ. വേറെ പ്രാധാന്യമുള്ള ഒരു റോഡിന്റെ ഉദ്ഘാടനമാണ് നമ്മൾ ഇന്നിവിടെ നടത്തിയത്. അപ്പോൾ നാട്ടുകാരുടെയും അതേപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് മെമ്പറും പ്രദേശവാസിയുമായ കരീമാക്ക, നൗഷാദ്, ഒരുപാട് ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമായിക്കൊണ്ട് ഇവിടെ ഇപ്പം എനിക്കൊക്കെ ആദ്യം കാണുന്നതാണ്. പാറ ആയി കിടന്നിരുന്ന സ്ഥലമാണ്. എത്ര പെട്ടെന്ന് ഇതിന്റെ വർക്ക് പൂർത്തീകരിച്ച് വളരെ ഭംഗിയായി ആളുകൾക്ക് ഇനിയിപ്പോ ടാർ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, അത്രയും നടന്നു പോവാൻ സൗകര്യമുള്ള ഒരു രീതിയിൽ ഈ റോഡ് നന്നാക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഈ ഒരു സമയത്ത് ഞാനത് അറിയിക്കുകയാണ്. ഈ പ്രദേശവാസികൾക്ക് ഏറെ സഹായകമായ ഒരു റോഡാണിത്. അഞ്ചുട്ടി ഭാഗത്ത് നമ്മുടെ PHC, കിഴക്കേപ്പുറം PHCയിലേക്ക് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബൈപ്പാസ് ആയി തീർന്നിരിക്കുകയാണിത്. അതുകൊണ്ട് ഏറെ സന്തോഷകരമാണ്. ഈ നാട്ടുകാരും ഭരണകർത്താക്കളും മറ്റു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു എതിർപ്പും ഇല്ലാതെ ഈ റോഡ് ഇത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് വളരെയധികം സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. ഒരു കാര്യം, ഒറ്റ കാര്യം കൂടെ, നമ്മൾ ആരാന്ന് പറഞ്ഞിട്ടില്ല.
ഞാൻ ഈ വാർഡിന്റെ 19-ാം വാർഡ് കാനാഞ്ചേരി വാർഡിന്റെ മെമ്പറാണ് ഷെഹർബാന ടീച്ചർ. അതുകൊണ്ട് തന്നെയാണ് അത് ചോദിച്ചത്. ഈ വാർഡിന്റെ മെമ്പറാണല്ലോ, അപ്പൊ അത് ജനങ്ങൾ അറിയണ്ടേ. അപ്പൊ ഓക്കെ, സന്തോഷം, താങ്ക് യു. നമ്മള് വളരെയധികം ഈ റോഡ് ആവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഒത്തുകൂടിക്കൊണ്ട് വളരെ കഷ്ടപ്പെട്ട ഒരു റോഡാണ്. ഈ കരിനിരപ്പ് തൊട്ട് അഞ്ചൂട്ടിക്കുളമ്പ് വരെ ഉള്ള റോഡാണ്. പഴയ കാലത്ത് ഇടവഴിയായിരുന്നു. ഇവിടെ കിഴക്കേപ്പുറം പള്ളിയേക്ക് മയ്യത്തുകൊണ്ടുവരുന്ന സ്ഥലമാണ്. അന്ന് ഈ മല കിഴക്കേപ്പുറം പള്ളിപ്പെട്ടാണ്. അപ്പോൾ അവിടുന്ന് മയ്യത്ത് കൊണ്ടുവരുന്ന കൽപ്പകഞ്ചേരി ചന്തയ്ക്ക് വെറ്റില കൊണ്ടുവരുന്ന ഈ കൃഷിയിടം ഈ 40 ഏക്കർ സ്ഥലം, മൊത്തത്തിൽ 40 ഏക്കർ സ്ഥലമാണ്. അത് 24 ഏക്കർ ഇവിടെ തച്ചപറമ്പിലും കടലായാളും സ്ഥലമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളാണിത്. 40 ഏക്കർ സ്ഥലമാണ് കരിനിരപ്പ്. അതിൽപ്പെട്ട സ്ഥലമാണ്. അതിലേക്കുള്ള ശരിക്കുള്ള വഴിയാണിത്. കിഴക്കേപ്പുറം ടച്ച് ചെയ്ത് കൽപ്പകഞ്ചേരി ചന്തയ്ക്ക് വരെയുള്ള വഴിയാണ്. അപ്പൊ ആ വഴി ഇന്ന് ഒരു റോഡായി മാറിയോണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണിത്. ഏറ്റവും വലിയതാണ്. ഇത് ഏതോ കാലത്തിൽ വിചാരിച്ച് ഇപ്പോഴാണ് അത് സാധ്യത ആയത്. അപ്പൊ വലിയൊരു സംഭവമാണ്. അപ്പൊ ഈ റോഡ് ഇങ്ങനെ അമ്പലത്തിന്റെ കൂടെ എങ്ങനെയാണ്? അതെ, നമ്മളെ കരിനിരപ്പ് അമ്പലത്തിന് തൊട്ട് അഞ്ചൂട്ടിക്കുളം വരെയുള്ള റോഡാണ്. ഓക്കെ 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 ഓക്കെ. എന്തായാലും ഞാനേ ഇതൊരു വലിയ സംഭവം, എനിക്ക് സത്യത്തിൽ ഇതൊരു വലിയ സംഭവം. കാരണം ഒരു ഗ്രാമത്തിന്റെ ഉള്ളില് റോഡ് ഉദ്ഘാടനം ഇത്രമാത്രം ജനങ്ങള് എന്താ പറയാ സംഘടിക്കുക എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർക്ക് അത് എന്തുമാത്രം മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അത് ഒന്നാമത് എന്താ വെച്ചാൽ ഇവിടുത്തെ ഐക്യത. ഇവിടെ ഐക്യതയാണ് ഏറ്റവും വലുത്. ഇവിടെ ആര് എന്ത് പറഞ്ഞു വന്നിട്ടും കാര്യമില്ല, അത് ഐക്യത്തിൽ കൂടെ പോവുള്ളൂ. അതിന് സമ്മതിക്കൂല. ഇവിടെ ഒരു ഇതിലും ഒന്നിനും സമ്മതിക്കില്ല. അത് ഇവിടെ കൂട്ടായ്മയുള്ള ആ ഒരു കൂട്ടായ്മയാണ്. അതാണ് ഇത്രയും നല്ലൊരു ഇതായിട്ടുള്ളത്. ഓക്കെ, സന്തോഷം. എൻ്റെ പേര് നൗഷാദ്, ഈ വാർഡിലെ മുൻ മെമ്പറായിരുന്നു. കരിനിരപ്പ് പ്രദേശത്തെ ജനങ്ങളുടെ ഒരുപാട് കാലത്തെ ആവശ്യമായിരുന്നു ഈ ഒരു ഇടവഴി യാഥാർത്ഥ്യമാക്കി റോഡാക്കുക എന്നുള്ളത്. കരിനിരപ്പ് ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ കടന്നു വരുന്ന റോഡാണ്. അത് അവിടെ അവസാനിക്കുകയായിരുന്നു. ഇപ്പോൾ അത് കണക്റ്റഡ് റോഡായി അഞ്ചൂട്ടി റോഡിലേക്ക് കണക്ട് ചെയ്തു. ഇത് ബ്ലോക്ക് മെമ്പർ ഇലക്ഷൻ സമയത്ത് വോട്ടഭ്യർത്ഥനയുമായി വന്നപ്പോഴാണ് ഈ റോഡിൻ്റെ ആവശ്യം ജനങ്ങൾ പറഞ്ഞത്. അത് മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ കാര്യം ഏറ്റെടുക്കുകയും ഞങ്ങൾ നിർമ്മാണ കമ്മിറ്റി കൂടി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഒരു 3 മാസം കൊണ്ട് തന്നെ ഇത് വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ബ്ലോക്ക് മെമ്പർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇതിനു വേണ്ടി പണവും അവരുടെ സമയവും ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭൂമി വിട്ടു നൽകിയ ആളുകളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. രജീഷ് ബാബു അല്ലേ പേര്? ഈ റോഡിന്റെ പ്രവർത്തനത്തിൽ നിങ്ങളെ പേര് സ്ഥിരമായിട്ട് മുഴങ്ങി കേൾക്കുന്നത് പലരുടെ ഭാഗത്തുനിന്ന്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന അനുഭവം? എന്താണ് കാര്യം? ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണല്ലോ. ഈ ഇതൊരു ഇടവഴിയായി കിടക്കുകയായിരുന്നു. അതായത് ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാന ഒരു വഴിയായിട്ട് ബ്ലോക്കായി കിടക്കുകയായിരുന്നത്. കാരണം പുരാതന കാലത്ത് കൽപ്പകഞ്ചേരി ചന്തയുമായി ബന്ധപ്പെട്ട് കിഴക്കേപ്പുറത്തുനിന്ന് വെറ്റിലൊക്കെ ഏറ്റിപ്പോയിരുന്ന ഒരു സാഹചര്യമുള്ള വഴിയായിട്ട് പിന്നെ ബ്ലോക്കായി കിടക്കുകയായിരുന്നു. ഈ റോഡൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് യാഥാർത്ഥ്യത്തിൽ ആയിട്ടുണ്ട്, ഗതാഗത യോഗ്യമായി. ഇതിന് സഹകരിച്ച പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ടത് KMK യൂസ്ഫാക്ക, ടായിങ്കാക്ക, അതേമാതിരി വടപ്പിൽ ഫാമിലി ഈ സ്ഥലം അനുവദിച്ചു അവരെ ഒരു പ്രധാന പങ്കാളിത്തത്തിലുള്ള മറ്റുള്ളൊക്കെ മാൻ പവറല്ലോ. പ്രിയമുള്ളവരെ, വീഡിയോ ഇഷ്ടമായവർ പ്രതികരണം അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചുരുക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.